ഹായ് ഹലോ നമസ്കാരം. PSC ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LSGS എക്സാം കഴിഞ്ഞു. നമ്മളെല്ലാവരും ഇനി ഫൈനൽ ആൻസർ കീക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. 2 പേപ്പേഴ്സുള്ള ഒരു എക്സാം. കുറേ കാലത്തിന് ശേഷമാണ് PSC ഒരു പുതിയ രീതിയിൽ അങ്ങനൊരു എക്സാം നടത്തുന്നത്. അതിനുശേഷം നമ്മൾ ഇനി കാത്തിരിക്കുന്ന ഒരു എക്സാം എന്ന് പറയുന്നത് ഇനി വരാനിരിക്കുന്ന ഡിഗ്രി പ്രിലിംസും അതിൽ തന്നെയുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് മെയിൻസും പ്രിലിംസുമാണ്. LSGS പേപ്പർ കൊണ്ട് എങ്ങനെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാമിന് തയ്യാറെടുക്കാം എന്നുള്ളൊരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ ഒരു ടോക്ക് ഷോയിലൂടെ ഞങ്ങൾ വീണ്ടും നിങ്ങൾക്ക് മുൻപിൽ എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് പ്രത്യേകം ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ കൂടെ നിന്നുള്ളത് മാത്യു സാറാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി PSC പരിശീലന രംഗത്തും UPSC പരിശീലന രംഗത്തും ഒട്ടനവധി ഉദ്യോഗാർത്ഥികളുടെ ജോലി എന്ന് പറയുന്ന ആ ഒരു വലിയ സ്വപ്നത്തെ നേടിക്കൊടുക്കുവാൻ അവരോടൊപ്പം ഉണ്ടായിരുന്ന മാത്യു സാർ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. സോ LSGS എക്സാം കഴിഞ്ഞു. നമ്മുടെ ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ ആത്മവിശ്വാസത്തോടു കൂടി പോയി എക്സാം എഴുതി. പേപ്പർ 1ഉം പേപ്പർ 2ഉം ഒക്കെ തന്നെ കഴിഞ്ഞു. ഇനി ഫൈനൽ ആൻസർ കീയാണ് വെയിറ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഈ കട്ട് ഓഫും കാര്യങ്ങളും അതിനെപ്പറ്റിയുള്ള ചിന്തകളും പഠിക്കാനായിട്ടൊരു ഓപ്പർച്യൂണിറ്റി PSC തന്നെ ഇട്ട് തരുന്നു. അപ്പം അതായത് റെഗുലർ ആയിട്ട് എക്സാംസ് വരുന്നുണ്ട് എന്നുള്ളത് ഭയങ്കര ഒരു പോസിറ്റീവ് സൈനാണ്. എസ്പെഷ്യലി ഒരു ഡിഗ്രി ലെവൽ എക്സാംസിന് പണ്ട് ഇങ്ങനെയല്ലായിരുന്നു. ഇതിപ്പോൾ നമുക്ക് എല്ലാ വർഷവും ഏതെങ്കിലും ഒരു നല്ല തസ്തികയിലേക്ക് ശരിക്കും പറഞ്ഞാൽ UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ പോലെ ഒരു നല്ലൊരു സൈക്കിൾ PSC ഇത് കൊണ്ടുവന്നു എന്നുള്ളത് നല്ലതാണ്. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇനി വരാൻ പോകുന്ന പരീക്ഷ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണല്ലോ. അത് അത്യാവശ്യം ഒരു ഗ്ലാമറസ് പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടൈറ്റായിരിക്കും, ഡിഫിക്കൽട്ടായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ആൻഡ് അങ്ങനെ ഒരു ഡിഫിക്കൽട്ട് എക്സാമിനേഷനെ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്ന അത്യാവശ്യം ടഫായിട്ടുള്ള ഈ പരീക്ഷയിൽ നിന്ന് എന്തൊക്കെ ഇൻസൈറ്റ്സ് നമുക്ക് എടുക്കാം, അപ്പം ആ ആംഗിളിൽ ഡിസ്കഷൻ ഒതുക്കാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലെനിക്ക് മനസ്സിലായ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സ്നേഹം, ഒന്ന് PSCൻ്റെ ക്വസ്റ്റ്യൻ ഫോർമുലേഷനിൽ അവർ നല്ല സ്റ്റാൻഡേർഡ് കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പം ശരിക്കും ഒരു കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ചോദ്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും മറ്റൊരു രീതിക്ക് അവർ ചോദിച്ചിരിക്കുകയാണ്. ഇപ്പം പേപ്പർ 2 നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഉദ്യോഗാർത്ഥികളെ നോക്കേണ്ട കാര്യമില്ല. എന്നാലും പേപ്പർ 2 ഒക്കെ ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ മോഡലുള്ള, അതായത് ഗവേണൻസ് സ്കീംസിലെ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ മോഡലുള്ള സ്കീംസ്, അതേപോലെ തന്നെ ആ MG നരേഗൻ്റെ ചോദ്യമൊക്കെ, അതേപോലെ തന്നെ ആ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുടെ ചോദ്യം, സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിന് കൊടുക്കുന്നത് പക്ഷേ ഇൻഡിവിജ്വൽ സ്ത്രീക്കായിട്ട് കൊടുക്കുന്നില്ല. അതായത് ഒരു പോളിസി മേക്കിങ്ങിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ളൊരു കപ്പാസിറ്റിയിലേക്കുള്ള ചോദ്യങ്ങളിലേക്ക് വരെ PSC മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഞാൻ എന്നിട്ട് വേറെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതായത് ബാക്കി കുറച്ച് ബോഡീസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ എനിക്കിതിൽ മനസ്സിലായ കാര്യം, ഒരു ഗ്രൂപ്പ് A അല്ലെങ്കിൽ ഗ്രൂപ്പ് B തസ്തികകളിലേക്ക് പൊതുവേ എക്സാമിനേഷൻസ് നടത്താറുണ്ട്. അത് UPSC മാത്രമല്ല. ഇപ്പം നമ്മുടെ കേരളത്തിലെ KS ആയിക്കോട്ടെ, KS മോഡലിൽ കർണാടകയിലും UPയിലും രാജസ്ഥാനിലും ഒക്കെ ഉണ്ട്. സോ ഒരു ഗ്രൂപ്പ് A അല്ലെങ്കിൽ ഗ്രൂപ്പ് B പോസ്റ്റിലേക്ക് പരീക്ഷകൾ നടത്തുന്ന ആ സ്റ്റാൻഡേർഡിലേക്ക് ഡിഗ്രി ലെവൽ പരീക്ഷകളെ PSC മാറ്റി എന്നുള്ളതാണ്. അപ്പം അതിന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് UPSCൻ്റെ വെബ്സൈറ്റാണ് upsc.gov.in. അതിൽ പോയിട്ട് സിവിൽ സർവീസ് പരീക്ഷേൻ്റെ പേപ്പർ നോക്കണ്ട, അല്ലാതെ UPSC വേറെ ഒത്തിരി പരീക്ഷകൾ നടത്തുന്നുണ്ട്. ലൈക്ക് CAPF ഉണ്ട്, CDS എക്സാമിനേഷൻ ഉണ്ട്, NDAൻ്റെ എക്സാമിനേഷൻ ഉണ്ട്, CBIൻ്റെ എക്സാമിനേഷൻ ഉണ്ട്. നമ്മുടെ ഹിസ്റ്ററി, പൊളിറ്റി, ഇക്കോണമി അങ്ങനത്തെ GS സബ്ജക്ട്സിൻ്റെ ചോദ്യങ്ങളൊക്കെ കൂടുതലും ഇതിൻ്റെ ഒരു ഇപ്പോഴും ഒരു സിവിൽ സർവീസ് പരീക്ഷേൻ്റെ നിലവാരത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. അങ്ങനെ നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. പക്ഷേ UPSC നടത്തുന്ന ബാക്കി പരീക്ഷകളിലേക്ക്, അതേപോലെ തന്നെ UP, കർണാടക, രാജസ്ഥാൻ പോലെ അവർ നടത്തുന്ന KS പരീക്ഷകളുണ്ട്. ആ ലെവലിലേക്കാണ് ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ ഒരു പോക്കെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ആദ്യത്തെ ഇൻസൈറ്റ്. പിന്നെ 2 സ്റ്റിൽ പഴയ മോഡൽ ചോദ്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ നോക്കിയപ്പോൾ ഏതാണ്ട് 30% ചോദ്യങ്ങൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ പഴയ മോഡൽ, ആ ഫാക്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ഇന്ന പരാമർശം ആരുടെ എന്ന് പറഞ്ഞു, അങ്ങനത്തെ നമുക്ക് റാങ്ക് ഫയലിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ചില ചോദ്യങ്ങൾ ഇപ്പോഴും ഒരു 30% ചോദ്യങ്ങൾ അതിൽ നിന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ബാക്കിയിൽ നല്ലൊരു ചേഞ്ച് ശരിക്കും പറഞ്ഞാൽ PSC വന്നു. അപ്പോൾ നമ്മൾ ഈ പണ്ട് കാണുന്ന WH ചോദ്യങ്ങൾ, ആര്, എന്ത്, എവിടെ, അതിനപ്പുറം നമ്മൾ കുറച്ചും കൂടെ അനലിറ്റിക്കലായിട്ട് കാര്യങ്ങളെ കാണേണ്ടത്. അനലിറ്റിക്
എപ്പോഴും പിള്ളേരോട് പറയുന്നൊരു കാര്യമുണ്ട്, ലൈക്ക് പഠിക്കുമ്പോൾ നമ്മളൊരു അനലിറ്റിക്കൽ സ്കിൽ ഉപയോഗിച്ച് കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി വരുന്ന രീതിക്ക് പഠിക്കണം. പക്ഷേ LSGSൻ്റെ പേപ്പർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടി മനസ്സിലാക്കിയുള്ളൊരു കോൺസെപ്റ്റുവൽ ക്ലാരിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ആവശ്യം. ഇപ്പം ലേബർ യൂണിയനിലെ ആൾക്കാർ എന്തിനാണ് ചേരുന്നത്, സോ ആ പ്രിൻസിപ്പിൾസ്, ആ ബേസിക് അത് അല്പം ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ടുള്ളൊരു കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി എന്ന തരത്തിലേക്ക് നമ്മൾ പഠനം GS സബ്ജക്ട്സിന് എസ്പെഷ്യലി ഹിസ്റ്ററി, പൊളിറ്റി, ഇക്കോണമി പോലത്തെ കാര്യങ്ങൾക്ക് അനിവാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ MGNREGയുടെ ചോദ്യമാണെങ്കിലും എന്തിനാണ് ലക്ഷ്യം, ലക്ഷ്യം എന്താണ്, നമ്മൾ പലപ്പോഴും അതിനെ ഒരു മിനിമം വേതനം എന്നൊരു ആംഗിളിലാണ്. പക്ഷേ ആ പോളിസി ഡോക്യുമെന്റിലുണ്ട് ഡിസ്ട്രസ് മൈഗ്രേഷൻ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അത് ഞാൻ പറഞ്ഞു, ഒരു പോളിസി ഇവാലുവേഷൻ എന്നുള്ള തരത്തിൽ. ആൻഡ് ഇത് തന്നെയായിരിക്കും കേട്ടോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പേപ്പർ 2 വരുന്നത്. ലൈക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഗവേണൻസിന് അത്യാവശ്യം സിഗ്നിഫിക്കൻസ് ശരിക്കും പറഞ്ഞാൽ പേപ്പർ 2 വരാൻ പോവുകയാണ്. ആൻഡ് അതിൽ എനിക്ക് നിങ്ങളോടായിട്ട് പറയാനായിട്ടുള്ളത്, നമ്മൾ എന്തായാലും ഒരു പഠിത്തം പഠിക്കും, അപ്പോൾ അല്പം മെയിൻസിനും കൂടി അഡ്വാൻറ്റേജ് ആകുന്ന രീതിക്ക് പഠിക്കുന്നത് നല്ലതായിരിക്കും. ആൻഡ് അതിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഹിസ്റ്ററിയും പൊളിറ്റിയും ഒന്ന് സീരിയസ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മെയിൻസിനും ഒത്തിരി ഗുണമായിട്ട് ഒന്ന് പേപ്പർ 2 അല്ലേ, ഹിസ്റ്ററിയും പൊളിറ്റിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ഒരു 15-20 ചോദ്യങ്ങളെങ്കിലും അവർക്ക് കമാൻഡ് കിട്ടും. അത് തന്നെ ഒരു കമാൻഡ്, ഒരു ബാക്ക്ഗ്രൗണ്ട്. സോ മെയിൻസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇടുന്ന രീതിക്ക് പ്രിലിംസിനെ പൊളിറ്റി, ഹിസ്റ്ററി ആൻഡ് ഹിസ്റ്ററിയിൽ പോസ്റ്റ് ഇൻഡിപെൻഡൻസിനും അത്യാവശ്യം വെയിറ്റേജ് കൂടി വരുന്നുണ്ട്. കാരണം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഗവേണൻസ് അതിൻ്റെ എയിംസ് കാര്യങ്ങളിലൊന്നും കാര്യമായിട്ടുള്ള മാറ്റമൊന്നുമില്ല. പോവേർട്ടി അലീവിയേഷൻ പണ്ട് തൊട്ടേ നമ്മുടെ ഒരു പ്രയോറിറ്റിയാണ്. സോഷ്യൽ സെക്യൂരിറ്റി, സോഷ്യൽ ജസ്റ്റിസ്, പ്ലാനിങ്, ഇതൊക്കെ 47 തൊട്ടേ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യൻ്റെ കുറച്ച് പ്രയോറിറ്റീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1947 തൊട്ട് അറ്റ്ലീസ്റ്റ് ഒരു 2000 വരെയുള്ള ഇങ്ങനത്തെ ഗവൺമെൻറ് സ്കീംസിൻ്റെ ഹിസ്റ്ററിയും അതേപോലെ തന്നെ ഇന്ത്യൻ ഇക്കോണമീൻ്റെ ഒരു എവല്യൂഷനും ഇതൊക്കെ ഒന്ന് അതാണ് നമ്മൾ ഇക്കോണമി എന്നുള്ള ചോദ്യങ്ങൾ നോക്കി ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് 5 ഇയർ പ്ലാൻസിൽ നിന്നാണ്. അപ്പം അതിൻ്റെ റീസൺ അതാണ്. ഒരു പബ്ലിക് നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആകാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആംഗിളിൽ കുറച്ചൊന്ന് ഇവർ ഫോക്കസ് കൊടുക്കുന്നത് നല്ലതായിരിക്കുമെന്ന് ഇപ്പോഴത്തെ സ്റ്റേജ് നമുക്കതേ പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എനിക്ക് തോന്നുന്നു. അതെ, LSGSൻ്റെതാണെങ്കിലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണെങ്കിലും അവരുടെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ സ്വഭാവം ഒന്നാണ് ജോലിയുടെ. അപ്പം അഡ്മിനിസ്ട്രേഷൻ, ഗവേണൻസിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. പോളിസി ഫോർമുലേഷൻ, പോളിസി ഇംപ്ലിമെന്റേഷൻ, ഇതിൽ നമുക്ക് പോളിസി ഫോർമുലേഷനിലേക്ക് ഇവർക്ക് പ്രൊമോഷൻ കിട്ടി വരുമ്പോൾ അവർ വരും. പക്ഷേ തുടക്ക സ്റ്റേജിലൊക്കെ ഒരു പോളിസി ഇംപ്ലിമെന്റേഷൻ എന്നുള്ള ആംഗിളാണെങ്കിൽ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, എന്തിനാണ് ഒരു ഡിപ്പാർട്ട്മെന്റ് നിൽക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു പോളിസി ആയിട്ട് വരുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു സ്കീമിൻ്റെ ബേസിക് പർപ്പസ് എന്താ, നമ്മൾ ആ ലെവലിലേക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക, അത് ഡിമാൻഡ് ചെയ്യുന്നു എന്നാണ് ഈ പേപ്പറിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അതെ അതെ. അപ്പോൾ സാർ ഇത്രയും ചോദ്യപേപ്പറൊക്കെ നോക്കിയ സ്ഥിതിക്ക് സാറിന് മനസ്സിലായ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പം ഏത് മെറ്റീരിയൽസ് ആണ് കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്? ഇപ്പം ഹിസ്റ്ററിക്കാണെങ്കിലും മറ്റു വിഷയങ്ങൾക്കൊക്കെ ആണെങ്കിലും. ഞാൻ ഇപ്പം ജോഗ്രഫി എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഒരു NCERT ലെവൽ പഠനം നമുക്ക് മതി എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഒരു ചോദ്യം കണ്ടപ്പം അറിയാം, റിവർ പൈറസി ചോദ്യം, അത് ശരിക്കും ഒരു സിവിൽ സർവീസ് മോഡൽ ചോദ്യമായിരുന്നു. UPSC പ്രിലിംസിന് ചോദിക്കുന്ന ഒരു ലെവൽ ചോദ്യമായിരുന്നു. എൻ്റെ ജോഗ്രഫിയിൽ ഇപ്പോൾ കുറച്ച് എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ട് 2 ചോദ്യങ്ങൾ കയറി വരുന്നൊക്കെ. പക്ഷെ എല്ലാം നോക്കുകയാണെങ്കിൽ ജോഗ്രഫിക്ക് എനിക്ക് തോന്നുന്നു ഒരു NCERT ഒരു സഫീഷ്യൻ്റ് ആണെന്ന് തോന്നുന്നു. പക്ഷെ പൊളിറ്റി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ലക്ഷ്മികാന്ത്, ഞാനത് പൊതുവേ ഞാൻ PSC ക്രൗഡിനത് റെക്കമെൻഡ് ചെയ്യാൻ എനിക്കൊരു ചെറിയ ഭയമുണ്ട്. കാരണം നമ്മുടെ ഒരു റാങ്ക് ഫയലിന് അത്രയും വലിപ്പമുണ്ട് ലക്ഷ്മികാന്ത് എന്ന പുസ്തകം. പക്ഷേ ലക്ഷ്മികാന്തിന്റെ എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് ആവശ്യമില്ല. നിങ്ങൾ പുസ്തകം കണ്ട് പേടിക്കാത്ത ഒരാളാണെങ്കിൽ ഗിവ് ഇറ്റ് എ ട്രൈ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ UPSC സർക്കിളിൽ ഹിസ്റ്ററിക്ക് ആൾക്കാർ ഫോളോ ചെയ്യുന്നൊരു പുസ്തകമുണ്ട്, സ്പെക്ട്രം പബ്ലിക്കേഷൻസിൻ്റെ മോഡേൺ ഇന്ത്യ. അപ്പോൾ അതിൽ അറ്റ്ലീസ്റ്റ് ഒരു 1857 ശേഷമുള്ള ഏരിയ സെലക്റ്റഡ് ആയിട്ട് 1857 ശേഷമുള്ള ഏരിയാസ് ആൻഡ് സ്പെക്ട്രം പബ്ലിക്കേഷൻസിൻ്റെ പുതിയ പുസ്തകങ്ങൾ ഇപ്പം എനിക്ക് ഇന്ന് പോസ്റ്റ് ഇൻഡിപെൻഡൻസും കവേർഡാണ്. അപ്പം ഇത് സെലക്റ്റഡ് ആയിട്ട് ഒന്ന് അതിനുള്ള സാധനം വായിക്കുവാണെങ്കിൽ ഒരു റാങ്ക് ഫയലിൻ്റെ വെളിയിലേക്ക് ഇങ്ങനത്തെ റെഫറൻസ് ടെക്സ്റ്റ് ബുക്കുകൾ ശരിക്കും പറഞ്ഞാൽ വായിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പക്ഷേ ഇക്കോണമിയൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ക്ലാസ് തന്നെ മതിയാവും. എൻ്റെ സ്കോപ്പ് ഒരു അല്പം ലിമിറ്റഡ് ആയിട്ടാണ്. ഗവേണൻസിനും ശരിക്കും പറഞ്ഞാൽ ക്ലാസ് ലെവലിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പേപ്പർ 2 വരുമ്പോഴത്തേനും നമുക്ക് നോക്കാം. അതാണ് LSGS പരീക്ഷ കണ്ടിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, കോച്ചിങ് എടുക്കുന്നത് ഒരു അനിവാര്യത എന്നുള്ള നിലയിലേക്ക് പലപ്പോഴും എത്തിക്കുന്നു PSC. കാരണം മത്സരം കടുക്കുകയാണ്, അതുപോലെ നിലവാരം കടുക്കുകയാണ്, പുതിയ ഏരിയാസ് വരികയാണ്. അപ്പം
തന്നെ പഠിച്ച് ആ ഒരു ബേർഡൻ ഒറ്റയ്ക്ക് ചുമക്കേണ്ട, നമുക്കൊരു ഷോൾഡർ വെക്കാൻ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ നല്ലതാണ് എന്നുള്ളതാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അപ്പോൾ സാർ, ഒരു ശരാശരി PSC ഉദ്യോഗാർത്ഥി, ആ ഉദ്യോഗാർത്ഥി മാറി വരുന്ന PSC ട്രെൻഡ്സ്, പരീക്ഷ ട്രെൻഡ്സ് കണ്ട് ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? നമ്മളങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഈ മാറുന്ന പാറ്റേൺസിൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ പാറ്റേണിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് എടുക്കാം. ഇപ്പോഴും ഏതാണ്ട് 30% സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കുന്നത്. പിന്നെ ഇത്തവണ ലൈഫ് സയൻസിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത് ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അത് മാത്രമല്ല വാർത്തകളിൽ നിറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. നിപ വൈറസിനെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട് സിലബസിൽ 15 മാർക്ക് ഉണ്ടെങ്കിലും 8 ചോദ്യങ്ങൾ ചോദിച്ചു. അതും കറണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കുറേ കിട്ടും. പിന്നെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, റീസണിങ്ങിൻ്റെ സിഗ്നിഫിക്കൻസ് ആണ്. പ്രിലിംസിലേക്ക് വരുമ്പോഴത്തേന് 50 മാർക്ക് അതാണ്. മെയിൻസിന് 30 മാർക്കുണ്ട്. ആൻഡ് ആ 30-ൽ 25 സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. PSCയിൽ ഒരു ഗെയിം ചേഞ്ചർ തന്നെയാണ് ഈ 4 സബ്ജക്റ്റുകൾ. ആൻഡ് ഇത് ഞാൻ ഗെയിം ചേഞ്ചർ ആണെന്ന് പറയാനായിട്ടുള്ള റീസൺ, ഇപ്പോഴത്തെ LSGS പേപ്പർ എടുക്കുകയാണെങ്കിലും ഡിലീഷൻസ് എല്ലാം കഴിഞ്ഞ് ഒരു കട്ട് ഓഫ് ഒരു 95-97 മേലെ പോകാനുള്ള സാധ്യതയില്ല. കാരണം നല്ല ടഫ് ക്വസ്റ്റ്യൻസ് ആണ്. UPSC കൊടുക്കുന്നത് 2 മണിക്കൂറാണ്, 100 ചോദ്യങ്ങൾ എഴുതാൻ 2 മണിക്കൂറാണ്. പക്ഷെ PSC കൊടുക്കുന്നത് വെറും 1.5 മണിക്കൂറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഈ പറയുന്ന പോലെ ഉയർന്നു പോകാനായിട്ടുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ഒരു 95 ആ റേഞ്ചിലായിരിക്കും കട്ട് ഓഫ് വരുന്നത്. ആൻഡ് അവിടെ നിങ്ങൾക്കൊരു 25 മാർക്ക് ഈ 4 സബ്ജക്റ്റിൽ ഉണ്ടാക്കാൻ പറ്റും. അത് വരുത്തുന്ന മലയാളമൊക്കെ ആണെങ്കിൽ 10-ൽ 9 സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ്. ഇംഗ്ലീഷും പോസിബിളാണ്, മാത്സ് ആൻഡ് റീസണിങ്ങും പോസിബിളാണ്. അപ്പം അങ്ങനെ കുറച്ച് ഏരിയ ഉണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ് അങ്ങനത്തെ കുറച്ച് ഏരിയാസ് ഉണ്ട്. സോ നമുക്ക് പിന്നെ നമ്മളെ പേടിച്ച് കടുക് മണിക്കകത്ത് വിളിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ ഒരു ലക്ഷ്യം വലുതാണെങ്കിൽ നമ്മൾ അതിന് കൊടുക്കേണ്ട വിലയും വലുതായിരിക്കും. സമയമാണ്, റൈറ്റ് ടൈമാണ്, സമയമുണ്ട്, നോക്കാം. പേടിച്ചിട്ടൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. അതെ, നമ്മൾ കലപ്പയെ കൈവച്ചിട്ട് പിന്നെ പിന്തിരിഞ്ഞ് നോക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. എന്തായാലും ധൈര്യപൂർവ്വം മുന്നേറേണ്ട പ്രായമാണ്, കാലഘട്ടമാണ്. സാർ, ഇപ്പോൾ ഈ സ്റ്റാറ്റിക് വിഷയങ്ങൾ, മലയാളം, GK അല്ലെങ്കിൽ സോഷ്യൽ സയൻസ്, അത്തരം വിഷയങ്ങളല്ലാതെ നമ്മുടെ കറണ്ട് അഫയേഴ്സിലോട്ട് വരുമ്പോൾ അതെങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്? കറണ്ട് അഫയേഴ്സും എനിക്ക് തോന്നുന്നത് നമുക്കൊരു 4-5 കാറ്റഗറിയിലായിട്ട് അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഫോക്കസ് ചെയ്യാനായിട്ട് കുട്ടികൾ ശ്രമിച്ചാൽ ഒത്തിരി നല്ലതായിരിക്കും. ഇപ്പം പുരസ്കാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത്, ഇപ്പോൾ നോബൽ പ്രൈസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബുക്കർ പ്രൈസ് ആയിക്കോട്ടെ, അങ്ങനത്തെ ഒരു ഏരിയയിൽ നിന്ന് സ്ഥിരമായിട്ട് നമുക്ക് ചോദ്യം. സോ അതിനൊരു സെറ്റ് പാറ്റേൺ ഉണ്ട്. നിങ്ങളൊരു 5-6 ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുള്ളൂ. പിന്നെ സ്നേഹ സൂചിപ്പിച്ച നേരത്തെ നമ്മൾ സംസാരിച്ച് പറഞ്ഞ കാര്യം, ഡേറ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട തീം, അതിൽ നിന്ന് ചോദ്യങ്ങളുണ്ട്. ഗവൺമെൻറ് സ്കീംസ്, പ്രോഗ്രാംസ്, അതിനെ ബേസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് നീതി ആയോഗ് ഒക്കെ മുന്നോട്ട് വെക്കുന്ന അവരുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാംസ് എപ്പോഴും അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിക്കോട്ടെ സെൻട്രൽ ഗവൺമെൻറ് ആയിക്കോട്ടെ നമ്മൾ എന്തായാലും മിസ്സാക്കാൻ പാടില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരു സെറ്റ് പാറ്റേൺ ഉണ്ട്. കറണ്ട് അഫയേഴ്സ് ഇപ്പം ഒരു സെറ്റ് പാറ്റേൺ ഉണ്ട്. അത് നമുക്ക് നിങ്ങൾ PYQ വാല്യൂറ്റ് ചെയ്ത് നമുക്ക് ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യം. സ്പേസ് മിഷൻ ആണെങ്കിലും നമ്മുടെ അത് തന്നെ നാസയും ISROയും ഒരു കാരണവശാലും വിടാൻ പാടില്ല. സോ അങ്ങനെ സ്പെസിഫിക് ഏരിയാസ് ഉണ്ട്. അല്ലാതെ നമ്മൾ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും നമ്മൾ കറണ്ട് അഫയേഴ്സ് അങ്ങനെ പഠിക്കേണ്ട കാര്യങ്ങളില്ല. എക്സാമിനേഷൻ്റെ പൾസ് മനസ്സിലാക്കാൻ PYQs ഒന്ന് അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് ആർക്കും ഇത് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഇപ്പം നമുക്ക് LSGS-നാണെങ്കിൽ പേപ്പർ 1-ന് 2 ചോദ്യങ്ങളാണ് സ്പേസിൽ നിന്ന് ചോദിച്ചത്. അതും ISROയുടെ ചന്ദ്രയാനെ പറ്റി, ആദിത്യയെ പറ്റി. അപ്പം കൃത്യമായിട്ട് മുൻവർഷ ചോദ്യങ്ങൾ മനസ്സിലാക്കി പ്രിപ്പറേഷൻ നടത്തുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സ് അത്ര വലിയ പാഠങ്ങൾ ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ കറണ്ട് അഫയേഴ്സിനെ പറ്റി അതാണ്. ഒത്തിരി പ്രിലിംസിന് അത്യാവശ്യം നല്ല എഫേർട്ട് ഇടുക. അതിപ്പം ഈ ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹിസ്റ്ററി, പൊളിറ്റി, ഇക്കോണമി ഇതായിക്കോട്ടെ, അത് നമുക്ക് മെയിൻസിനും ഹെൽപ്പ് ആവുന്ന ഇതാണ്. അപ്പം ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക, മെയിൻസും കൂടി കണ്ട് ആ എഫേർട്ട് ഇടുക. ശരിക്കും അതൊരു നല്ലൊരു അറ്റംപ്റ്റ്, ആർക്കും ഒരു ഡീസൻറ്റ് അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ കറണ്ട് അഫയേഴ്സിനെ പറ്റി പല സ്റ്റുഡൻസും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്ന് വരെയുള്ള കാര്യങ്ങളാണ് പഠിക്കേണ്ടതെന്ന്. അപ്പോൾ ഇത്തവണത്തെ LSGS എക്സാം എഴുതിയപ്പം എനിക്ക് മനസ്സിലായത്, ഒരു ക്വസ്റ്റ്യൻ സാർ കണ്ടല്ലോ, സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട് ജയിലിൽ ജാതിവാസ്തു നിൽക്കുന്ന കാര്യത്തെപ്പറ്റി. 2-3 ആഴ്ചയ്ക്ക് അതെ. നവംബർ 9-നായിരുന്നു എക്സാം. പക്ഷേ ഒക്ടോബർ 2nd വീക്കായിരുന്നു ആ ഒരു വെർഡിക്റ്റ് വന്നത്. അപ്പം PSC വളരെ റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഇന്നോട്ടുള്ളത് നമുക്കിവിടെ പറ്റുന്നത് ഇന്നോട്ടുള്ളത് നോക്കുക. അപ്പം കുറച്ച് പഴയത് വന്നു കഴിഞ്ഞാൽ അതല്ല എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റും.
ഇതിനൊരു പാറ്റേൺ ഉണ്ട്. കഴിഞ്ഞ 2 വർഷത്തെ പുരസ്കാരങ്ങൾ ജേതാക്കൾ, ഓക്കെ, സ്കീം, ഡേയ്സ്, തീംസ്, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് സ്പേസ് മിഷൻസ്, ISROൻ്റെ നാസൻ്റെ സ്പേസ് മിഷൻസ്, ഗവൺമെൻറ് പോളിസി സ്കീംസ്, ഈ 4 കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും നോക്കുക കഴിഞ്ഞൊരു വർഷത്തെ. പിന്നെ ജസ്റ്റ് വായനാശീലം, പത്രവായന ഉണ്ടാകുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഏതൊരു ഉദ്യോഗസ്ഥനാണെങ്കിലും നാളെ ഭാവിയിൽ എന്തായാലും നമ്മൾ പത്രം വായിക്കുക എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടൊരു കാര്യമാണല്ലോ. അപ്പോൾ അതൊരു ഹോബി ആയിട്ട് അങ്ങ് വളർത്തിയെടുത്താൽ നമുക്കൊരു പകുതി സ്റ്റെപ്പ് നമ്മൾ വിജയിക്കും. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ സാർ, ഇപ്പം ബുക്കിഷ് ലേണിംഗ് അല്ലെങ്കിൽ റാങ്ക് ഫയൽ, സെൽഫ് സ്റ്റഡി, അതിൻ്റെ ഒക്കെ ഒരു കാലം കഴിഞ്ഞു. സാറിന് എന്താ തോന്നുന്നത്? റാങ്ക് ഫയലിൻ്റെ കാലഘട്ടം കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ടില്ല. പക്ഷേ ചില ഏരിയാസിൽ ക്ലാസ്സുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുമെന്ന് എനിക്ക് തോന്നുന്നത്. അത് ഹിസ്റ്ററി ആണെങ്കിൽ തന്നെ ഇപ്പം നമ്മൾ ലാലാ ലജ്പത് റായിൻ്റെ ചോദ്യങ്ങൾ, അംബേദ്കറിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ, നമുക്കൊരു ഒരു ഹിസ്റ്ററിയിലാണെങ്കിൽ തന്നെയും ഒരാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കിയുള്ളൊരു പഠനം ഉണ്ടെങ്കിൽ നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. പൊളിറ്റിയിലാണെങ്കിലും വന്നിരിക്കുന്ന ചോദ്യങ്ങൾ, ഇതിൻ്റെ ബേസിക് പർപ്പസ് എന്താണോ, അപ്പം ഈവൻ അപ്പം ഒരു റാങ്ക് ഫയൽ കംപ്ലീറ്റ്ലി പോയെന്ന് പറഞ്ഞില്ല. പക്ഷേ മെയിൻസിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്ന ടോപ്പിക്സിലേക്കൊക്കെ ശരിക്കും ഒരു ക്ലാസ്സിൽ കിട്ടുന്ന, ക്ലാസ്സിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ലീനിയർ അല്ല. നമ്മൾ 360 ഡിഗ്രിയിൽ കാര്യങ്ങൾ പറഞ്ഞു പോകും. ഇങ്ങനൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസ്അഡ്വാൻറ്റേജ്. സോ ആ ക്ലാസ് എനിക്ക് തോന്നുന്നു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുകയാണ്. നല്ല ഫാക്കൽറ്റീസിൻ്റെ നല്ല ക്ലാസ്സുകൾ, അതിൽ നിങ്ങൾ അതിൽ കേൾക്കുന്ന കാര്യങ്ങൾ തന്നെ പലപ്പോഴും ചില ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കും. അപ്പം അതിൽ എനിക്ക് പറയാനായിട്ടുള്ളത്, അൺഫോർച്ചുനേറ്റ്ലി കോച്ചിങ് എന്ന് പറഞ്ഞാൽ അല്പം ചിലവേറിയ ഒരു സംഭവമായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് മാറിയിരിക്കുകയാണ്. പക്ഷേ അതിനാണ് PSC ടോക്സ് ഉള്ളത്. ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ക്വാളിറ്റി കോച്ചിങ് വളരെ മിതമായ നിരക്ക് കൊടുക്കുന്ന ഒരു ഇനിഷ്യേറ്റീവായിട്ടാണ് നമ്മൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് ആവശ്യമാണെങ്കിൽ ഉറപ്പായിട്ടും PSC ടോക്സിനെ കോൺടാക്റ്റ് ചെയ്യാം. നല്ല നിലവാരമുള്ള ക്ലാസ്സുകൾ മിതമായ നിരക്കിൽ നമ്മൾ ഓഫർ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മൾ മുന്നോട്ട് വെക്കുന്നത് നിങ്ങളുടെയൊക്കെ തന്നെ സ്വപ്നം നേടിയെടുക്കാൻ നിങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ്. അപ്പം ഫീസിന്റെ പേരിലുള്ള വിഷമം കൊണ്ടോ അല്ലെങ്കിൽ അതൊരു കൺസേൺ ആയിട്ട് നമുക്ക് വെക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു സമയമാണ്. നമ്മൾ ഡിസംബർ ആയിട്ടേ ഉള്ളൂ. നല്ലൊരു അറ്റംപ്റ്റ് കൊടുക്കാൻ ഇനിയും ഡീസൻറ്റ് ടൈമുണ്ട്. പ്രിലിംസിനും മെയിൻസിനും കൂടി ചേർത്ത് ഒരു നല്ലൊരു എഫേർട്ട് GS സബ്ജക്ട്സിന് ഇടുക. ശരിക്കും ഇംഗ്ലീഷ്, മാത്സ്, മലയാളം അതിൽ 30-ൽ 25-ഉം 50 ചോദിക്കുവാണെങ്കിൽ ഒരു 40 മാർക്ക്, 30-നാണെങ്കിൽ ഒരു 25 മാർക്ക്, അത്ര ഡെഡിക്കേഷനോടെ ആ സബ്ജക്റ്റുകൾ അപ്രോച്ച് ചെയ്യുക. ബാക്കി വേണ്ട ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് കേൾക്കേണ്ട ഒരു വൈഡായിട്ടുള്ളൊരു ഇൻ്റർപ്രിട്ടേഷൻസ് കാര്യങ്ങൾ ക്ലാസ്സിൽ കൂടി തരാൻ നമുക്കും സാധിക്കും. അപ്പം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എല്ലാവരും സിലബസ് വരാൻ പോകുന്നു, എല്ലാവരും എല്ലാം വരുന്നു. അപ്പം പഠിച്ചു തുടങ്ങാം. എല്ലാവർക്കും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആശംസകൾ. ഫുൾ കോൺഫിഡൻ്റ് ആയിട്ട് ഇറങ്ങുക. PSC ടോക്സ് നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. താങ്ക് യു.